ഈ ബന്ധമൊക്കെ വളരെ സ്നേഹത്തോടെ കരുതിയിരുന്ന ഒരു തലമുറയ്ക്കപ്പുറത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ വരുന്നത്. ഇന്നും ഉണ്ടായ ഈ സംഭവം അതൊരു 12 വയസ്സുള്ള ഒരു കുട്ടിയും 10 വയസ്സുള്ള മറ്റൊരു കുട്ടിയുമാണ് ഈ കേസിലെ രണ്ട് വശത്ത് നിൽക്കുന്നവർ. അവർ സഹോദരനും സഹോദരിയുമാണ്. ഈ സഹോദരൻ രാസലഹരി ഉപയോഗിച്ചതിന് ശേഷം അത് സഹോദരിക്കും നൽകി എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കുട്ടി ചെറിയ കുട്ടിയാണ്. ഈ ലഹരി ഉപയോഗിക്കാനായി ഈ കുട്ടി പൊയ്ക്കൊണ്ടിരുന്നത് രാത്രിയിൽ വീട്ടുകാരൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ സൈക്കിൾ എടുത്തുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം കുട്ടിയെ കാണാതായി. രാത്രിയിൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടിയെ വളരെ ദൂരത്ത് നിന്ന് നെടുമ്പാശ്ശേരിക്കടുത്ത് നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തുന്നത്. അങ്ങനെ പരിശോധനയിലാണ് ഈ കുട്ടിയെ പിന്നീട് ആശുപത്രിയിൽ ലഹരി വിമോചന കേന്ദ്രത്തിൽ എത്തിക്കുന്നു. അതിനു മുൻപ് തന്നെ കുട്ടി വളരെ വയലൻ്റായിട്ട് മാതാപിതാക്കളെ ഉൾപ്പെടെ ആക്രമിക്കുന്നു. താൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയാണ്, തനിക്കെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാതാപിതാക്കൾ ഉൾപ്പെടെ ജയിലിൽ പോകുമെന്നുള്ള രീതിയിൽ ഈ കുട്ടി ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ ഇപ്പോൾ ലഹരി വിമോചന കേന്ദ്ര